നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ക്യാപ്ഷൻ പ്രകാരം എന്താണ് നമ്മൾ പറഞ്ഞത്? 22,500 നിഫ്റ്റി വരുമോ എന്ന് ചോദിച്ചു. ഇന്ന് നിഫ്റ്റി 22,500 വന്നു, 22,600 വന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ മൂവ്മെൻറ്റ്? ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം പോലും പക്ഷേ അതിനുശേഷം ഒരു മൂവ്മെൻ്റ് ഇല്ല. നിഫ്റ്റിയിലും ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം ആദ്യത്തെ ഒരു അരമണിക്കൂർ ശേഷമുള്ള മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഗ്രേറ്റ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. സോ നമുക്ക് നേരെ തന്നെ നമുക്ക് ഏതിലോട്ട് പോവാം? മാർക്കറ്റിൻ്റെ ആ ഒരു ക്ലസ്റ്ററിലേക്ക് നമുക്ക് പോവാം. മാർക്കറ്റ് എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കി ആ ഒരു മാർക്കറ്റിൻ്റെ ക്ലസ്റ്ററിലേക്ക് നമുക്ക് പോവാം. സോ ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൻ്റെ നിങ്ങൾ നിഫ്റ്റിയുടെ ഇന്നലത്തെ നമ്മൾ വരച്ച് കാണിച്ചേക്കണം കാൻഡിൽസ്റ്റിക് പാറ്റേൺ പ്രകാരം. സോ ഞാൻ എന്താണ് പറഞ്ഞത്? ഇന്നലത്തെ ക്ലോസിങ് ഞാൻ വ്യക്തമായി പറഞ്ഞത് എന്താണ്? 22,468 ഏപ്രിൽ ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ അവൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 530 ഒരു റെസിസ്റ്റൻസ് ആണ്. ആ 530ക്ക് മുകളിലാണെങ്കിൽ 633 റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അത് ഏപ്രിൽ ഫ്യൂച്ചറിൻ്റെ ഹൈ ആയിരുന്നു 633, 35. ഇന്ന് എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് 530ക്ക് മുകളിലാണ് നിഫ്റ്റി ഏകദേശം ഓപ്പൺ ചെയ്തത്. ആ റേറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് 515 വരെ ലോ വന്നു. തിരിച്ച് ആ 530 സപ്പോർട്ട് എടുത്തിട്ട് ആശാൻ എവിടം വരെ പോയി? 633, 635, 647 വരെ പോയി. 647 വരെ പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി ആ 635 എന്ന് പറഞ്ഞ സാധനം താഴെ ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ ഡേ പോലെ ഒരു നോർമൽ ഡേ ആണ്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം അവൻ നോർമൽ ഡേ ആണ്. ആദ്യത്തെ എ പീരീഡിൽ വന്ന വോളത്തിന് ശേഷം ചെറിയൊരു എക്സ്റ്റൻഷൻ ബെയിൽ തന്നതിന് ശേഷം ആദ്യത്തെ 1 അവറിന് ശേഷം പിന്നെ നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല. സോ ഒരു പ്യുവർലി ഒരു നോർമൽ ഡേ ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നലെ 328 ക്ലോസ് ചെയ്തതാണ് നമ്മുടെ മാർച്ച് ഫ്യൂച്ചർ. പക്ഷേ നമ്മുടെ ഏപ്രിൽ ഫ്യൂച്ചർ എത്രയ്ക്കാണ് ക്ലോസ് ചെയ്ത്? ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പ്രകാരം 22,468 ക്ലോസ് ചെയ്തത്. അപ്പോൾ അവൻ്റെ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വ്യാഴാഴ്ച ഉണ്ടായ ഹൈ 635 ലെവലാണ്. 22,635 ആ ലെവലിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് ഇറങ്ങി ഏകദേശം ആ ഭാഗത്തൊക്കെ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി ഇപ്പോൾ ഒരു ബുള്ളിഷ് മോഡിലേക്ക് തിരിച്ച് വീണ്ടും വന്നേക്കാണ്. 22,530, 468 സോൺ ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. ഈ ലെവലിന് താഴെ നിന്നാൽ മാത്രമേ ഇനി ഒരു ബെയറിഷ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകാമോ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാക്കി ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇത് നമ്മുടെ നിങ്ങളീ കാണുന്നതാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം പ്യുവർലി ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ 22,515 തൊട്ട് 22,552 വരെ ഏകദേശം സിംഗിൾസ് ഉണ്ടെങ്കിൽ, എ പീരീഡിൻ്റെ സിംഗിൾസ് ഉണ്ടെങ്കിൽ പോലെ ബാക്കിയുള്ള സമയം 22,554, 22,647 ഇത്രയും റേഞ്ചിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. ബാലൻസ്ഡ് പ്രൊഫൈൽ വിത്ത് POC എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? 22,601 വി വാപ്പും 594 അപ്പം നാളെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ 604, 610 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ലെവൽ വരെ പോകും? ഇവിടെ നമ്മളിപ്പോൾ നിഫ്റ്റി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ വേഗം പറയാം, നിഫ്റ്റി ഒരു അൺചാർട്ടഡ് ഏരിയയിൽ നിൽക്കുകയാണ്. അൺചാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് പുതിയൊരു ലൈഫ് ടൈം ഹൈ നിഫ്റ്റിയുടെ ഇൻഡെക്സിലും വന്നിട്ടുണ്ട്, സ്പോട്ടിലും വന്നിട്ടുണ്ട്. സോ സ്പോട്ടിലല്ല, ഫ്യൂച്ചറിനെ സംബന്ധിച്ച് നമ്മളൊരു പുതിയൊരു ഹൈയിലാണ് നിൽക്കണം നിഫ്റ്റി. നമ്മളിപ്പോൾ ഫ്രഷ് ആൾ ടൈം ഹൈ എന്നടിച്ചു നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ഇനി നോക്കേണ്ടത്, ഇനി നമ്മൾ ഡീവിയേഷൻ ലെവൽ വെച്ച് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റി എന്ന് വെച്ചാൽ ഇതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ 22,647, അപ്പം 22,650 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് 22,720 അതിന് മുകളിൽ 22,810 വരാൻ ചാൻസ് ഉണ്ട്. ഈ 22,810 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ നമ്മളെ വീഡിയോ പറഞ്ഞത് പ്രകാരം 23,000 മുകളിൽ നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 23,000 വരുമെന്ന് ചോദിച്ചുകൊണ്ടുള്ള നമ്മളൊരു ഏപ്രിൽ മാസത്തെ വ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. അത് സാധ്യമാകണമെങ്കിൽ, അത് നടക്കണമെങ്കിൽ 22,810 മുകളിൽ പോകണം. അതിൻ്റെ ആദ്യത്തെ കടമ്പ എന്താണ്? ഇന്നത്തെ ഹൈ 22,650. ഇനി ആ കടമ്പ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് നോക്കണം? താഴോട്ട് നോക്കണം. അപ്പോൾ ഇന്നത്തെ POC അതായത് 22,610 താഴെ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം കാലം ഈ എ പീരീഡ് സിംഗിളിലെ ലോയായ 22,515 ടെസ്റ്റ് ചെയ്യാം. ഈ 22,515 താഴെ 22,436, അതിന് താഴെ 22,300
68 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നാളെയും മുകളിലോട്ടും താഴോട്ടും മൂവ്മെൻറ്റ് എന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കേണ്ടത് എത്രയാണ്? 22,650 നമ്മൾ അപ്പർ സൈഡ് റെഫറൻസും 22,515 ഡൗൺ സൈഡ് റെഫറൻസും. ഇതിന് മുകളിലും താഴെയും പോകുകയാണെങ്കിൽ നമുക്ക് ഒരു 100-150 പോയിൻറ്റിൻ്റെ നല്ലൊരു മൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കി നമുക്കൊന്ന് വരയ്ക്കാമോ? നമുക്ക് ഒരിക്കൽ കൂടെ പറയാം, 22,600 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ എ പീരീഡിൻ്റെ സിംഗിൾസിൻ്റെ ലോ ആയ 22,515 ടെസ്റ്റ് ചെയ്യാനും, അതിന് താഴോട്ട് വരികയാണെങ്കിൽ അവൻ ഏത് ടെസ്റ്റ് ചെയ്യാനും ഈ 436 എന്ന് പറഞ്ഞ HVN സോണും, അതിന് താഴെ ഈ പി ഒ സി ആയ 22,369 ടെസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. 22,369 താഴെ മാത്രമേ വീണ്ടും ട്രെൻഡ് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്വാഭാവികമായും നമ്മൾ ഈ ഒരു ട്രെൻഡ് നമ്മൾ നോക്കി വെച്ചേക്കണം. നമ്മൾ ആ ഒരു ട്രെൻഡ് നമുക്കധികം ഇമ്പോർട്ടൻസായി വരികയും ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് ചാർട്ടിൽ വരയ്ക്കാം. നമുക്ക് വരച്ചാലല്ലേ കൂടുതൽ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് വരയ്ക്കണോ വേണ്ടേ എന്നൊക്കെ നോക്കി നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വരയ്ക്കാം ചാർട്ടിൽ. ഇന്നത്തെ നമ്മളെ പി ഒ സി എത്രയാണ്? ഇന്നത്തെ പി ഒ സി എത്രയാണ്? 22,000. ഈ പി ഒ സിയുടെ മഞ്ഞ വരയെടുത്തങ്ങ് കൊണ്ടുപോകാം. ഇവിടെ കൊണ്ടുപോകാം, 22,601 കൊണ്ടുപോകാം. അവിടെയാണ് നമ്മളെ പി ഒ സി ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് മുകളിൽ നമ്മൾ ഇന്നത്തെ ഹൈ ആയ 22,650, 22,650ക്ക് മുകളിൽ എത്രയാണ്? അടുത്ത് വരുന്ന ലെവൽ 22,713 അല്ലെങ്കിൽ 710 വയ്ക്കാം. ഈ 22,710 മുകളിലാണ് അടുത്ത ലെവലായ 22,810 എന്ന് പറഞ്ഞ ഈ ലെവൽ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, ഈ ഒരു ലെവൽ നമുക്ക് നോക്കാം. ഇനി താഴോട്ട് നിഫ്റ്റിയുടെ നമുക്ക് ഈ മഞ്ഞ ലൈനിൻ്റെ ആവശ്യകത കഴിഞ്ഞല്ലോ. നമുക്ക് ഇന്നത്തെ ഏപ്രിൽ ഫ്യൂച്ചറും മാർച്ച് തമ്മിൽ ഡിഫറൻസിനാണ് ഞാൻ മഞ്ഞ ലൈൻ വെച്ചത്. ഇപ്പോൾ ആ ആവശ്യകതയില്ല. അപ്പം നമുക്ക് താഴോട്ടുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ നോക്കേണ്ടത് 22,500 എത്രയാണ്? 515 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ. ഓക്കെ, ഈ ഒരു ലോ നമുക്ക് വയ്ക്കാം. അതിന് താഴെ അടുത്തതെന്ന് പറഞ്ഞാൽ 22,435 ഈ ലോ. ഏതാണ്? 435 ഈ ലോയിൽ. ഓക്കെ, അതിന് താഴെ സപ്പോർട്ടായ പി ഒ സി 22,370 ഈ റേഞ്ചും വയ്ക്കാം. സോ നമ്മളെ സംബന്ധിച്ച് അപ്പർ ലെവൽ എന്ന് പറഞ്ഞാൽ 22,650, ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ 22,515. ഈ രണ്ട് ഇടയ്ക്ക് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പ്യൂർലി റേഞ്ച് ആയിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് മനസ്സിലായോ? ഇനി നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി 48,200 മുകളിൽ പോകുമെന്ന് ചോദിച്ചുള്ള നമ്മളൊരു ക്യാപ്ഷൻ കണ്ടല്ലോ, അതിൻ്റെ ലെവൽ നമുക്ക് പോകാം. അതെങ്ങോട്ടാണ് പോണത്? ആ ലെവൽ നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. എവിടെയാണ്? ഇതാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു നോർമൽ ഡേ തന്നെയാണ്. ക്ലിയർ? ഒരു നോർമൽ ഡേ തന്നെയാണ് വിത്ത് പി ഷേപ്ഡ് പ്രൊഫൈൽ. പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കവർ നടന്നിട്ടുണ്ട്. അതായത് ലോങ് ബിൽഡപ്പാണ്. പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ലോങ് ബിൽഡപ്പ് പ്രൊഫൈലാണ്. ഒരു ലോങ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിസ്റ്റേക്ക് ക്ഷമിക്കുക. പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ലോങ് ബിൽഡപ്പാണ്. അതായത് മോർണിംഗ് 47,778 തൊട്ട് 47,642 ഒരു എ പീരീഡ് സിംഗിൾസ് ഉണ്ട്, ലോങ് ഉണ്ട്. എക്സാക്ട്ലി ലാസ്റ്റ് ടെക്ക് വന്നേക്കുന്നത് 47,944. അപ്പം ഞാൻ ഇന്നലെ വ്യക്തമായ വീഡിയോ പറഞ്ഞു, 47,680 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഇവഞ്ച്വലി ഏത് ടാർഗറ്റിലേക്ക് പോകും? 48,237 എന്ന് പറഞ്ഞാൽ പഴയൊരു വിർജിൻ പി ഒ സി എന്നത്തെ 6 മാർച്ചിലെ പി ഒ സിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ചെയ്ത് താഴെ വന്നു, തിരിച്ച് കയറുകയും ഓൾമോസ്റ്റ് നിഫ്റ്റിയെ പോലെയല്ല ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യിക്കുന്ന ഹൈയിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ 47,881 എന്ന് പറഞ്ഞാൽ ഈ ഒരു HVN മുകളിലാണ് നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ HVN മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് കാലം നമുക്ക് എത്ര വരെ പോകാം? ഈ ലെവലായ 48,237 എന്ന് പറഞ്ഞാൽ വിർജിൻ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? 47,881 ഈ ഒരു HVN മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കണം. പിന്നെ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവഞ്ച്വലി അടുത്ത പി ഒ സി ആയ 48,631 പോവാം. 48,237 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ഫ്രീ അപ്പാണ്. എത്ര വരെ? ഈ 47,632 വരെ പോവാം. ഇപ്പോൾ മുകളിലത്തെ ലെവൽ നമ്മൾ നോക്കി. ഇനി താഴോട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പി ഒ സി ആയ 47,850 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 47,850 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ എ പീരീഡിന് അതായത് ഇന്നലത്തെ പി ഒ സി ആയ 47,682 ടെസ്റ്റ് ചെയ്യാം. ഈ 47,682 താഴെ ഈ HVN സോണായ 47,500 അതിന് താഴെ ഈ HVN സോണായ 47,365
അതിന് താഴെ അവനെ സംബന്ധിച്ച് ഈ എക്സ്പീരിയൻസ് സോണായ 47,244 ടെസ്റ്റ് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 47,882 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 48,237 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. POC ടു POC സെറ്റപ്പ് പ്രകാരം അത് വേണമെങ്കിൽ വരാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ ബാങ്ക് നിഫ്റ്റി 48,200 മുകളിൽ വരുമോ എന്ന് ചോദിച്ചത്. വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മളെ ലൈവ് മെൻറ്റർഷിപ്പ് റൂമിൽ നമുക്കിന്ന് നിഫ്റ്റിയിൽ എ പീരിയഡ് POC സെറ്റപ്പ് വെച്ച് മാത്രമേ ട്രേഡ് കിട്ടിയുള്ളൂ. ആ സെറ്റപ്പ് നമ്മൾ ട്രേഡ് ട്രിഗറായി. പക്ഷേ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ന് ലോട്ട് സൈസ് കുറച്ച് ചെയ്തു. ഒന്ന്. രണ്ടാമത് നമുക്കൊരു പന്തികേട് തോന്നിയത് കൊണ്ട് നമ്മളൊരു 11 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസിൽ അത് എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പ്രൊഫൈല് നോർമൽ ഡേ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് കൃത്യമായിട്ട് കണ്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ആ പറ്റിയത് കൊണ്ട് നമുക്കത് ചെറിയ പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റി, റിസ്ക് ഇല്ലാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ ഇതിനെക്കുറിച്ച് അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. നമ്മുടെ ഈ ലെവൽസ് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. നിങ്ങൾ കൃത്യമായി നിങ്ങൾ ആ ലെവൽസ് വെച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും ഉണ്ടെങ്കിൽ ഞങ്ങളെ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ വിഷ്ണു ഗുപ്തൻ. ശുഭരാത്രി ആൻഡ് ടേക്ക് കെയർ.